US ഗവൺമെൻറ്റിൻ്റെ US പ്രസിഡന്റിൻ്റെ ടാരിഫ് നയം ഒത്തിരി ന്യൂസ് ഫ്ലോ ഉണ്ട്. കുറേ ദിവസം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, US ടാരിഫ് ലീഗാലിറ്റിയെക്കുറിച്ച് US കോടതിയിൽ, സുപ്രീം കോടതിയിൽ കുറേ ഒരു വർഷമായിട്ട് തന്നെ വാദം കേൾക്കുകയായിരുന്നു. അതിൻ്റെ വിധി പ്രഖ്യാപനം ഇടയ്ക്ക് 2-3 പ്രാവശ്യം മാറ്റിവെച്ചതാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ്സിലും എല്ലാവരും വാച്ച് ചെയ്തതാണ്, ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്നൊന്നും അത് വന്നില്ല, പിന്നെ മാറ്റിവെച്ചു. ഇന്നലെയാണ് അതിൻ്റെ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നത്. അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് പ്രകാരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇത്തരം ഭീമമായ ടാരിഫ്സ് എമർജൻസി ആക്ട് പ്രകാരം, എമർജൻസി റൂളിങ്സ് പ്രകാരം കൊണ്ടുവരാനുള്ള അധികാരമില്ല എന്നാണ് വിധിച്ചത്. അപ്പോൾ ഇത് വലിയൊരു ചർച്ചാ വിഷയമായി ഒത്തിരി മീഡിയസിലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് വേൾഡിലും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതിനെക്കുറിച്ച്, ഇത് ഒരു പരിധി ഒരു പ്രതീക്ഷിതമാണ്. കാരണം ഇത്രത്തോളം പ്യൂണിറ്റീവ് ടാരിഫ്സ് ഒരു പ്രസിഡന്റ് അധികാരപരിധിയിൽ വരുന്നതാണോ എന്നുള്ളത് എനിക്കും ഡൗട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിധി പൊതുവെ പ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. പലതരം ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ഇതിനു മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇന്ത്യക്ക് 25% ആയിരുന്നു ആദ്യം ടാരിഫ്. പിന്നെയാണ് റഷ്യൻ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് അത് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള പ്യൂണിറ്റീവ് ടാരിഫ് 25% കൊണ്ടുവന്നു. അപ്പോൾ 50%. അന്ന് നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഓഹരി വിപണിയും അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഡൾ ഫേസിലോട്ട് പോയി. ഒരുപാട് കറക്റ്റ് ചെയ്തു. നമ്മൾ ഒരിക്കലും തന്നെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിരുന്നു മാർക്കറ്റിന്, നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയൊക്കെ ട്രെൻഡ്. അതിനുശേഷം ട്രേഡ് ഡീലിനെ കുറിച്ച് ഒരുപാട് നെഗോസിയേഷൻസ് ഉണ്ടായി ഇന്ത്യയും US തമ്മിൽ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നോളം 25% അഡീഷണൽ പ്യൂണിറ്റീവ് ടാരിഫ് വന്നിട്ട് ട്രേഡ് ഡീൽ വരാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് എക്സിലൊക്കെയാണ് അനൗൺസ് ചെയ്തത്. അതിനെ കൊണ്ട് 25% എന്നുള്ള അഡീഷണൽ ടാരിഫ് അല്ലെങ്കിൽ പ്യൂണിറ്റീവ് ടാരിഫ് വന്നിട്ട് 18% ട്രംപ് കുറച്ചു. അപ്പോൾ ഇൻഎഫക്റ്റീവ്ലി കമ്പാരിറ്റീവ്ലി പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യത്തെ 25% എന്തായി എന്നുള്ളത്. അതിനെ പിന്നെ ക്ലാരിഫൈഡ് ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചു, മൊത്തത്തിൽ ഇന്ത്യക്ക് 18% ഈ ടാരിഫേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു ന്യൂസായിരുന്നു, ബ്രേക്കിംഗ് ന്യൂസായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി നിങ്ങൾക്കറിയാം, അടുത്ത ദിവസം ആരും പ്രതീക്ഷിച്ചില്ല. ഈ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പൊതുവെ ശനി, ഞായർ, വെള്ളിയാഴ്ച ആ സമയങ്ങളിലാണ്. മൺഡേ ആയപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തു. എനിക്കൊന്ന് ബഡ്ജറ്റിൽ 700 പോയിന്റോളം താന്നിട്ട് തൊട്ടടുത്ത ദിവസം ഈ ന്യൂസ് പ്രതീക്ഷിച്ചപ്പോൾ ഓപ്പണിംഗിൽ തന്നെ 1200 പോയിന്റ് ഓപ്പൺ ആയിട്ടാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. കുറച്ച് കഴിഞ്ഞത് 700 പോയിന്റ് അടപ്പ് ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞ വലിയൊരു ബൂസ്റ്റായിരുന്നു. പിന്നെ അവിടെ നിന്നും ഒരു 26,000 മാർക്കിലോട്ടൊന്നും മാർക്കറ്റ് പോയില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ നിഫ്റ്റിക്ക് പോകാൻ സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട്. അവിടെ തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ 25, 800, പിന്നെ 700, 500, 600 ഈ ഒരു ഫേസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതിയുടെ വിധി, US കോടതിയിലെ സുപ്രീം കോടതിയുടെ വിധി ഭയങ്കരമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു ഈ ട്രംപിൻ്റെ. കാരണം എപ്പോഴും ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് ദിവസവും എനിക്ക് തോന്നുന്നു പുതിയ ടാരിഫ് വരും എന്നൊരു പൊതുവെ ഒരു ഭീതിയായിരുന്നു ട്രംപിനെ കുറിച്ച്. എന്തെങ്കിലുമൊക്കെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരുമ്പോൾ അത് ടാരിഫ് കൊണ്ട് നേരിടുന്ന ഒരു അപ്രോച്ചായിരുന്നു. അപ്പോൾ അതിന് എന്തായാലും ഒരു ഒരു നമ്മൾ പറയത്തില്ല, ഒരു എൻഡായി. കാരണം ഒരിക്കലും ഇങ്ങനൊരു വിധി ഉള്ളപ്പോൾ പുതിയൊരു പ്യൂണിറ്റീവ് ടാരിഫ്സിലോട്ട് ട്രംപ് പോകത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ടാരിഫ് സ്ട്രക്ചറിലൊരു എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സർട്ടനിറ്റി വന്നു. സോ ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിലും, ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ്സിലൊക്കെ തന്നെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും. പിന്നെ ചർച്ച ചെയ്യപ്പെട്ടത്, ഇന്ന് രാവിലെയൊക്കെ എല്ലാവരും കിട്ടിയ ന്യൂസ് അറിയായിരിക്കും, ട്രംപ് വന്നിട്ട് ഒരു 10% ടാക്സ് കൊണ്ടുവന്നു. അപ്പോൾ അതെന്താണെന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി ക്ലിയർ ആയിരിക്കുമല്ലോ. അതായത് ആദ്യം 25% ഉണ്ടായിരുന്നു, പിന്നെ 25% പ്യൂണിറ്റീവ് ടാക്സ് വന്നു, പിന്നെ 50% കുറച്ചുകൊണ്ട് 18% ആക്കി. അപ്പോൾ ഇപ്പം ഈ 18% ഇല്ല. കാരണം എന്ന് വെച്ചാൽ സുപ്രീം കോടതി വന്നിട്ട്, ഓണറബിൾ സുപ്രീം കോർട്ട് അവിടെ ഈ ടാരിഫ്സ് നിയമവിരുദ്ധമാണ് പ്രഖ്യാപിക്കാനുള്ള പവർ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 18% സീറോ ആയി. അക്രോസ് ഗ്ലോബലാണ്, നമുക്ക് മാത്രമല്ല. അപ്പോൾ സീറോ ടാക്സ് ആണ്. അപ്പോൾ സീറോ ടാക്സ് അല്ലെങ്കിൽ ടാരിഫ്സ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തും. ആ സമയത്താണ് ട്രംപ് വന്നിട്ട് സെക്ഷൻ 122 ഓഫ് ടാരിഫ് ആക്ട് 1974, ടാരിഫ് ആക്ടിലെ, US ടാരിഫ് ആക്ടിലെ 1974 വർഷത്തെ ആക്ടിലെ 122 വകുപ്പ് പ്രകാരം 10% ഗ്ലോബൽ ടാക്സ് കൊണ്ടുവന്നു. ഗ്ലോബൽ ടാക്സ് എന്ന് വെച്ചാൽ എല്ലാ കൺട്രിക്കും ഇത് ബാധകമാണ്.
എഗെയിൻ ഇതും പ്രതീക്ഷിച്ചതാണ്. കാരണം ഒരിക്കലും ഇത്രയും പ്യൂണിറ്റീവ് ടാക്സസ് ടാരിഫ്സ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലാൻ ബി അവർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാൻ ബി ഇതായിരുന്നു, 10% കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് എന്നല്ല ഒരുപാട് എല്ലാ കൺട്രിക്കും ഇപ്പോൾ ഉള്ള US ടാരിഫ്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ടാരിഫ് എന്ന് പറയുന്നത് 10%. ഈ 10% നിലവിൽ വരുന്നത് ഫെബ്രുവരി 24 തീയതിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം, അതായത് 21 തീയതി, ഇന്നലെ രാത്രി 20, 21, നാളെ 22, തിങ്കൾ 23, ഇവിടെ എല്ലാം സീറോ ഡ്യൂട്ടിയാണ്. കാരണം എന്ന് വെച്ചാൽ ടാരിഫ്സ് നില്ലാക്കുമ്പോൾ സീറോ ആണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന 10% എന്ന് പറയുന്ന ഡ്യൂട്ടി വരുന്നത് നിലവിൽ വരുന്നത് 24 തീയതി മുതലാണ്. ഈ സെക്ഷൻ 122 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാരിഫ് ആക്ടിൽ ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് മാത്രമാണ്. അതിന് മാക്സിമം കാലാവധി 150 days ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു വലിയൊരു പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ടെമ്പററി ആയിട്ട് ഒരു 10% ഉണ്ടാവും. അപ്പോൾ എഫക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ടാരിഫ് റേറ്റ് പണ്ട് 50 നിന്ന് 18 ഇപ്പോൾ 18 നിന്ന് 0 വന്നു. പക്ഷേ ടെമ്പററി ടാരിഫ് വന്നുകൂടി 10%. അപ്പോൾ 50, 18, നൗ ഇറ്റ് ഈസ് 10%. സോ ഇത് നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് വെച്ചാൽ എന്തായാലും പോസിറ്റീവായിട്ട് ബാധിക്കത്തുള്ളൂ. ഓൾറെഡി തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി 300 പോയിന്റ് അടുപ്പിച്ച് അപ്പാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ. ഇപ്പോൾ തിങ്കളാഴ്ച ഒരുപക്ഷെ മോസ്റ്റ്ലി ഒരു 350-400 പോയിന്റ് അപ്പിലായിരിക്കും തുടങ്ങുന്നത്. പഴയ ഒരു അൺസർട്ടനിറ്റിയുടെ ക്ലൈമറ്റ് ഇപ്പോൾ മാറി ടാരിഫ്സ് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ട് ഒരുപക്ഷെ 26,000 വരെ നിഫ്റ്റി റാലി ചെയ്യാനും ഇനി അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് ഒരു സെർട്ടനിറ്റി ഉണ്ടാവും. ഈ ട്രംപ് ഫിയർ എന്നൊരു കൺസെപ്റ്റ് പൊതുവെ പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, ജെം ആൻഡ് ജുവലറി ഇൻഡസ്ട്രീസ്, ഒരു പരിധിവരെ IT ഇൻഡസ്ട്രീസ്. അപ്പോൾ എന്തായാലും ഈ ഇൻഡസ്ട്രീസിന് ഒരു പ്രോത്സാഹനം വരുന്നതിന് പുറമെ മൊത്തത്തിലൊരു മാർക്കറ്റ് സെന്റിമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. സെർട്ടനിറ്റി ഒരു ക്ലൈമറ്റ് വീണ്ടും വരും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ റാലി ചെയ്യാനാണ് സാധ്യത. ഒരു സെർട്ടനിറ്റി വന്നു. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇന്ത്യയുടെ ട്രേഡ് ഡീൽ എന്തായിരുന്നു, അതിനെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ ഒഫീഷ്യലി ആയിട്ടൊക്കെ അനൗൺസ്മെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇൻഫോർമൽ അനൗൺസ്മെന്റ്സ് ഒക്കെ വന്നു തുടങ്ങി. അതിനൊരു ബാധിക്കത്തില്ല എന്നൊക്കെ രീതിയിൽ എന്തായാലും അത് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും വീഡിയോസിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, അൺസർട്ടനിറ്റി ക്ലൈമറ്റ്, ഈ ട്രംപ് ടാരിഫ് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു കാലമായിട്ട് എല്ലാ കൺട്രീസിനും ഒരു പരിധിവരെ എല്ലാ ക്യാപിറ്റൽ മാർക്കറ്റിലും ഒരു എന്താ പറയത്തില്ല, ഒരു കാർമേഘം പോലെ ഉള്ളത് ഒരു പരിധിവരെ കുറഞ്ഞു. ആ ജഡ്ജ്മെന്റ് മെറിറ്റിലോട്ടും നമുക്ക് പോകണ്ട, കാരണം അത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ നമുക്കത് മാനിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ട്രംപ് ടാരിഫ്. അപ്പോൾ നിലവിൽ ഒരു 2-3 ദിവസത്തേക്ക് കുഷനിൽ 0% ടാക്സ് ആണ്. 24 തീയതി മുതൽ 10% ടാക്സ് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം 50 നിന്ന് 25 അവിടെ നിന്ന് നമ്മൾ 18 എത്തി, 18 നിന്ന് ഇപ്പോൾ 0 നിന്നും 10 അങ്ങനെ നോക്കാം. അല്ല ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ബെയർ മിനിമം 10% ടാക്സ് ഉള്ളൂ എന്നുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും ഇന്ത്യൻ എക്സ്പോർട്സിനെയൊക്കെ ഭയങ്കരമായിട്ട് എസ്പെഷ്യലി ടെക്സ്റ്റൈൽ, IT കമ്പനീസ്, അതുപോലെ തന്നെ ഫാർമ സെക്ടർ, അതുപോലെ സെക്ടറിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് ഇത് കാണുന്നത്.